ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ജാനുവരി 20 കൊച്ചി ലാഡൻ സിറ്റി എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഞാൻ ആദ്യം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, ഞാൻ എങ്ങനെയാണ് ചെയ്തത്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലാത്തവർക്ക് ഞാൻ എൻ്റെ സ്ക്രീനിൽ ആ ഒരു വീഡിയോ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നല്ല രീതിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ജേർണി ഞാനൊരു സീരീസ് പോലെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് അറിയണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനൊരു സീരീസ് പോലെ ഈ ഒരു എൻ്റെ ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ജേർണി എന്താണെന്ന് നിങ്ങളോട് എത്തിക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഫസ്റ്റ് ഹെയർ വാഷ്, ഈ ഒരു ഭാഗം വാഷ് ചെയ്യും, അത് നമ്മൾ ക്ലിനിക്കിൽ പോവാണ് ചെയ്യുന്നത്. അതുവരെയുള്ള ആദ്യത്തെ ഒരു 9 ദിവസത്തെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവാൻ സാധ്യതയുണ്ട്. കാര്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. മേ ബി അത് ചിലർക്കത് ഡിസ്റ്റർബൻസ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും മേ ബി നല്ലത്. ആദ്യം തന്നെ ഞാനങ്ങ് പറഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ദൈവത്തോർത്ത് കാണാതിരിക്കുക. ഓക്കെ. അതുകൂടാതെ കഴിഞ്ഞ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എത്ര രൂപയായി എന്നുള്ളത്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ട്രാൻസ്പ്ലാന്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പൊ ഏതാണ്ട് ഒരു 10 മണി ആയിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഒരു 1 മണിയാവും. ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രത്യേകിച്ച് പെയിനൊന്നുമില്ല. തലയിൽ ചെറിയൊരു കനം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെയാണെല്ലാം. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ നല്ല ഇങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, ഇതിന് കിടന്നുറങ്ങുന്നതാണ് ടാസ്ക്. ഹലോ ഗൈസ്, ഞാൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ അവരൊരു നെക്ക് പില്ലോ തന്നിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നെക്ക് പില്ലോ വെച്ചിട്ടാണ് കിടക്കണത്. ഞാനിപ്പം പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് നോക്കി കാണിച്ചു തരാം. ഇത് കണ്ടോ, കൈ കെട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പുറത്തെ കൈയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഞാൻ ഈ ഉറക്കത്തിൽ കിടന്നിട്ട് കൈ എടുത്ത് തല വെക്കുന്ന ഒരു ശീലമുണ്ട്. അത് ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതാണ്. ഞാൻ ഡീപ്പ് സ്ലീപ്പ് ആകുമ്പോഴത്തേക്ക് എന്തായാലും കൈ എടുത്ത് തല വെക്കും. അപ്പം ഇതല്ലാതെ വേറെ മാർഗ്ഗമില്ല, കൈ കെട്ടിയിടുക എന്നുള്ളതല്ലാതെ. ഇങ്ങനെ കെട്ടിയിടാതെ കിടന്നു കഴിഞ്ഞാൽ നാളെയും ചെയ്തു വെച്ചേക്കുന്നത് മൊത്തം പറിച്ച് ഞാൻ താഴെ ഇടും. അതുകൊണ്ട് ഓരോ അവസ്ഥ നോക്കണേ. മാത്രമല്ല 10 ദിവസത്തേക്ക് അത് തൊട്ട് വയ്ക്കരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. 10 ദിവസം കഴിയാൻ നമുക്ക് അവിടെ ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് കറണ്ട് സിറ്റുവേഷൻ. അതുപോലെ നെക്ക് പില്ലോ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഡോണർ ഏരിയ വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. ഡോണർ ഏരിയയിലും ബാൻഡേജ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പ്രഷർ കൊടുത്തിട്ടും പ്രത്യേകിച്ച് വേദന കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് നെറ്റിയിലൊരു നീര് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്തുള്ളതാണ്. നാളെ ആകുമ്പോഴത്തേക്ക് ആ നീര് കൂടാനുള്ള സാധ്യതയുണ്ട്. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ അപ്ഡേറ്റ് ചെയ്യാം. അമ്മ അഴിച്ചു വിടറേ. പെട്ടെന്ന് അഴിച്ചു വിട്. ഒരു അവസ്ഥ നോക്കണേ. ഇന്നലെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കിടന്ന് ഉറങ്ങുന്നത്. മാറ്റിക്കോ, ഒന്ന് പൊങ്ങട്ടെ. ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. ഉറക്കം എണീറ്റതേ ഉള്ളൂ. ഞാൻ ആ ഒരു പില്ലോ അവർ തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ സാധനം ഇത് വെച്ചിട്ടാണ് കിടന്നേക്കുന്നത്. എനിക്ക് അതിനകത്ത് കുറച്ച് സെറ്റാണോ അതോ ബ്ലഡാണോ എന്നറിയില്ല. വാട്ടർ ആയിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ഡേ ഇപ്പോൾ ഉള്ള ഹെയറിൻ്റെ കണ്ടീഷൻ. ഇതിനകത്തിന് ഓരോ അരമണിക്കൂർ ഇടവിട്ട് നമ്മളിനി സലൈൻ വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അത് ഇതിനകത്തുള്ള ആ ഒരു ബ്ലഡ് സ്റ്റെയിൻസും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റിൻ്റെ ക്ലോസർ ലുക്ക്. പ്രത്യേകിച്ച് ഇറിറ്റേഷൻസ് ഇല്ല, വേദനയില്ല, വേറെ കാര്യമൊന്നുമില്ല. ഉറങ്ങിയപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്നതിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് അടങ്ങി ഒതുങ്ങി കിടന്ന് ഉറങ്ങുന്നത്. സലൈൻ സൊല്യൂഷനാണിത്, അവിടെ തന്നതാണ്. ഓരോ അരമണിക്കൂർ ഇടവിട്ട് ഇത് അടിക്കണം. ഇതിപ്പോൾ നമ്മൾ ബാക്കി വന്ന് ഇങ്ങോട്ടൊക്കെ വന്നത് ജസ്റ്റ് ഒപ്പിയെടുക്കുക. മേലി ഒരു കാരണവശാലും തട്ടരുത്, ഇനി ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. സർജറി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസമാണ്. ഇതാണ് നമ്മൾ വെച്ച് പിടിപ്പിച്ച മുടികളുടെ കറണ്ട് സിറ്റുവേഷൻ. ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. സാധാരണഗതിയിൽ കുറച്ചും കൂടെ സ്വെല്ലിങ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അത്രയില്ല. സാധാരണ മുഖമൊക്കെ നല്ല രീതിയിൽ അങ്ങ് വീങ്ങി വരുന്നതാണ് ഈ ഒരു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ. ഇതുവരെ വന്നിട്ടില്ല. ഇനി നമ്മൾ ഈ ബാക്കിൽ കെട്ടിയിരിക്കുന്ന ഈ ബാൻഡേജ് ഉണ്ടല്ലോ, അത് ഇന്ന് ഇളക്കിക്കളയും. എൻ്റെ അടുത്ത് പറഞ്ഞത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ വെച്ചിട്ട് തന്നെ ഇളക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ അവർ ഇളക്കിത്തരാം. ഇനിയിപ്പം ട്രിവാൻഡ്രം അല്ലെങ്കിൽ എറണാകുളം വരെ പോകണം, അത്രയും ട്രാവൽ ചെയ്യാനൊന്നും വയ്യ. ഞാൻ ഈ റൂമിനകത്ത് തന്നെയാണ്, പുറത്തോട്ടൊന്നും അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല. അപ്പം ഇവിടെ വെച്ച് തന്നെ ഇളക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഉറങ്ങുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങേണ്ട ചെറിയൊരു
പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ കിടക്കുന്നത് കണ്ടല്ലോ, കൈയൊക്കെ കെട്ടിയിട്ടാണ് ഞാൻ കിടക്കണത്. എനിക്ക് തലയിൽ കൈയെടുത്ത് വെക്കണ ശീലം ഉണ്ടായതുകൊണ്ട് അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ്. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. ഞാൻ കുറേ വീഡിയോസിൽ കണ്ട് ഒരു പുള്ളി 4 ദിവസം കസേരയിലിരുന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. മേ ബി അത്രയൊന്നും എനിക്കില്ല. എനിക്ക് പ്രോപ്പറായിട്ട് ആ ഒരു നെക്ക് പില്ലോ വന്നിട്ടുണ്ടായിരുന്നു. ആ നെക്ക് പില്ലോയ്ക്കകത്ത് തന്നെ വെച്ചിരുന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റി. ഈ ബാക്ക് സൈഡിൽ നിന്ന് പെയിൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഇവിടെ തട്ടി ഈ ബാക്കിൽ ഈ സൈഡ് കണ്ടോ, ഈ സാധനം തട്ടിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇവിടെ ഇവിടെ പില്ലോ വെച്ചിട്ടാണ് ഉറങ്ങണത്. പക്ഷെ അതിൻ്റെ ഒരു പെയിനൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇനി ഇളക്കുമ്പോൾ എന്താണ് പെയിൻ ഉണ്ടോ വലിയ കാര്യമൊന്നും അറിയത്തില്ല, അത് ഞാൻ പറയാം. മുകളിൽ നിന്നാണെങ്കിലും വലിയൊരു പെയിനും കാര്യങ്ങളൊന്നും വന്നില്ല. ഞാൻ ശരീരം ഇങ്ങനെ അധികം ഇളക്കുന്നില്ല, പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്, നല്ലപോലെ വെള്ളം കുടിക്കുന്നുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. ഓക്കെ, 2 ദിവസമായില്ലേ, തൊട്ടിയിരിക്കുമായിരിക്കും അല്ലേ? വലിയ വേദനയില്ല, ആ ഒരു സ്കിൻ അത്ര ഒട്ടിയിരുന്നില്ല. പ്രതീക്ഷിച്ച് അത്ര ഉണ്ടായിരുന്നില്ല. നമ്മൾ അനസ്തേഷ്യ ചെയ്ത സമയത്ത് ചെറിയൊരു ലോക്കൽ അനസ്തേഷ്യയാണ്, തല ആ ഒരു മാത്രം. ടൈറ്റാണെങ്കിൽ കുറച്ച് സ്പ്രേ അടിച്ചോ? ഇളകി വരുന്നുണ്ടോ? ചെറിയ വലിയുമ്പോൾ ഉള്ള കുഴപ്പമില്ല. എടുത്തോ. മേളിയും താപ്പോട്ടാണ്, ഇങ്ങനെ ഇവിടുന്ന് താപ്പോട്ട ചെയ്യാൻ പറഞ്ഞു. വേദനയുണ്ട് കേട്ടോ ചെറിയ. കുറേശ്ശെ എങ്ങനെ ഉണ്ട് കാണാൻ? മൊത്തം മുറിവ് പോലെ ഇരിക്കുകയാണോ? ചെറിയ ചെറിയ ഡോട്ട്സ് കാണുന്നുണ്ടോ? അവിടെ നല്ല വേദനയുണ്ട്, ആ മേളിലായിട്ട്. കുഴപ്പമില്ല. ഇത് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന വലിയ കാര്യമുള്ള കാര്യമല്ല ഇത് ആക്ച്വലി. ബ്ലഡൊന്നും വരുന്നില്ലല്ലോ. അതാ ബ്ലഡ്, ആ സ്റ്റെയിൻ അവിടെ ഇരിക്കുന്നതാണ് ആക്ച്വലി. നമ്മൾ ബാക്കിൽ ആ ഒരു ബാൻഡേജും കാര്യങ്ങളൊക്കെ ഇളക്കി കളഞ്ഞിട്ടുണ്ട്. ബാൻഡേജ് ഇളക്കി കളഞ്ഞപ്പം ഇതാണ് ഫേസ്. ഓയിൻമെൻറ്റ് തേച്ചേക്കാണ് പൊറുക്കാൻ വേണ്ടിയിട്ട്. അത് രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും ഈ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം ഇനി തേക്കണം. അപ്പം ഇതാണ് ബാൻഡേജ് ഇളക്കി കളഞ്ഞിട്ടുള്ള സംഭവം. നമ്മളിവിടെ തന്നെ ചെയ്തതാണ്. അടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു, പുള്ളിക്കാരത്തി നേഴ്സാണ്. അന്നേരം പുള്ളിക്കാരത്തി വന്ന് അടിപൊളിയായിട്ട് ചെയ്തു തന്നു. ഇളക്കിയ സമയത്ത് ചെറിയൊരു വളരെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ, 2 ദിവസമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുമല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം പൊറുക്കണം. പുറത്ത് വന്ന് അതോടെ മുടി കിളിച്ച് ഫില്ലാവും. എന്നുവെച്ചാൽ എടുത്ത മുടി കിളിച്ച് ഫില്ലാവൂല, അതിൻ്റെ ഇടയ്ക്കുന്നൊക്കെയാണ് എടുത്തേക്കുന്നത്. അന്നേരം ബാക്കി മുടി അതിൻ്റെ മുകളിലോട്ട് കവർ ആകുമ്പോഴത്തേക്ക് ആ ചെറിയ ചെറിയ ഡോട്ട്സ് ഉണ്ട്, ആ ഡോട്ട്സ് നമുക്ക് അന്നേരം കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് മുടി അവിടെ നിന്ന് എടുത്തിട്ടില്ലാത്ത രീതിയിൽ നമുക്ക് മനസ്സിലാവും. സർജറിക്ക് ശേഷം കുറച്ച് പെയിൻ കില്ലേഴ്സും ആൻറ്റിബയോട്ടിക്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5 മരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് കഴിക്കുമ്പം നമ്മുടെ വയറിൽ കുറച്ച് അസിഡിറ്റി പ്രോബ്ലം, ബ്ലോട്ടിങ്, ചെറിയൊരു മൈൽഡ് സ്റ്റൊമക് പെയിൻ ഒക്കെ വരുന്നുണ്ട്. അതാണ് ആകെയുള്ള ഒരു ഡിസ്റ്റർബൻസ്. അതൊരു 3-4 ദിവസം നിൽക്കും എന്നാണ് പറഞ്ഞത്. വേറെ തലയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഉറങ്ങാൻ വേണ്ടി പോവാണ്. ഞാനിപ്പം എന്നും ഉറങ്ങുന്ന ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഊരാക്കുടുക്കൊക്കെ ഇട്ടിട്ടാണ് പോയേക്കുന്നത്. ഇതിൻ്റെ അകത്തോട്ട് കൈ കയറ്റുക, ടൈറ്റ് ആക്കുക, അവിടെയും കൈ കയറ്റുക, ടൈറ്റ് ആക്കുക. ഞാൻ ഇവിടെ ഇങ്ങനെ നിവർന്ന് കിടക്കും. എന്നിട്ട് 2 കൈയും അടി കൂടെ കെട്ടിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ ഈ കൈയെടുത്ത് തലയിൽ വെക്കും, ഇത് വെച്ചേക്കുന്നതെല്ലാം പറഞ്ഞു പോകും. സോ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇപ്പം ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൊമക് പെയിൻ. എനിക്ക് തലയിലോ അല്ലെങ്കിൽ വേറെ ഡോണർ ഏരിയയിലോ അല്ല മുടി വെച്ച് പിടിപ്പിച്ചെടുത്തോ യാതൊരു തരത്തിലുള്ള പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ ചെയ്യുമ്പം ഒരു സൈഡിൽ ചെറിയൊരു വേദനയുണ്ട്, അല്ലാതെ വേറെ വേദനകളൊന്നുമില്ല. ഞാൻ കുറേ നാളായിട്ട് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ വീഡിയോസൊക്കെ കാണുന്നതുണ്ട്. ഓൾമോസ്റ്റ് കുറേ നാളെന്ന് പറയുമ്പം ഒരു വർഷങ്ങൾ കൂട്ടിക്കോ, ഒരു 3-4-5 വർഷങ്ങളായിട്ട് ഞാൻ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മുടി വെച്ച് പിടിപ്പിച്ച ഭാഗത്ത് നല്ല ചൊറിച്ചിലുണ്ടാവാറുണ്ട്. എനിക്ക് ഇതുവരെ ഈ 2 ദിവസം ആയതേ ഉള്ളൂ, ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ നെറ്റി, നമ്മുടെ അനസ്തേഷ്യ എടുക്കുന്നതിൻ്റെ പേരിൽ അനസ്തേഷ്യ താപ്പോട്ട് ഇറങ്ങുമ്പോൾ നെറ്റിയും ഈ പുരുകത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സ്വെല്ലിങ് ഉണ്ടാവാറുണ്ട്. ഈ 2 കാര്യവും എൻ്റെ കേസിൽ വലിയൊരു പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് ഒരു പ്രശ്നമായിട്ട് വന്നത് ഒരു വയറുവേദനയാണ്. വയറുവേദന അത് ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ അത് നോർമൽ ആണെന്നാണ് പറഞ്ഞത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പെയിൻ കില്ലറും ആൻറ്റിബയോട്ടിക്കും കുറച്ച് ഒരു 3-4 ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ട്, മെഡിസിൻസ് തന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലൈനിങ്ങിനെ അത് സെൻസിറ്റീവ് ഒക്കെ ആണെങ്കിൽ അത് ഡിസ്റ്റർബ് ആക്കുകയും അങ്ങനെ ത്രൂ വയറുവേദന വരാറുണ്ട്. ഞാൻ എന്നിട്ട്
ഇതിനെപ്പറ്റി ആധികാരികമായി ഒന്ന് പഠിച്ച സമയത്ത് മനസ്സിലായത്, ഇഫ് നിങ്ങൾ ഇനി ഭാവിയിൽ സർജറി ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനൊരു വയറുവേദന വരുമ്പോൾ നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ നിങ്ങളുടെ സ്റ്റൂളിൻ്റെ കളറ് ഭയങ്കര ഒരു ഡാർക്ക് കളർ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നേച്ചറൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവുക. അത് ഇന്റേണൽ ഒരു ബ്ലീഡിങ് ഉണ്ടായതിൻ്റെ പേരിലായിരിക്കണം അങ്ങനെ ഒരു സംഭവം വരുന്നത്. അപ്പം ഞാൻ പോയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. എൻ്റെയും ഏതാണ്ട് ഒരു ബ്ലാക്ക് കളർ പോലെ ആയിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചു ഈശ്വര പണി വാളിയോ. പിന്നാണ് മനസ്സിലായത് ഞാൻ അന്നേ ദിവസം കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ആണ് ആ ഒരു ബ്ലാക്ക് കളർ വന്നത്. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുക, ഇതെനിക്ക് തോന്നുന്നു ഇത് ആദ്യം ആരും പറഞ്ഞ് കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഗ്രേപ്സ് കഴിക്കുക നല്ലതാണ്, സീഡ്ലെസ് ആയിട്ടുള്ള. അതുകൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഒരു 2-3 ഡേയ്സ് ഗ്രേപ്സ് കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ഇതധികം ഞാൻ ഒരു വീഡിയോയിലും അങ്ങനെ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടില്ല ഈ ഒരു സ്റ്റൊമക് പെയിനെ പറ്റി. ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു അനുഭവമാണ് കേട്ടോ. ആരെങ്കിലും ഭാവിയിൽ ചെയ്യുന്നെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ. ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. പിന്നെ നല്ല രീതിയിൽ വയറ് കയറി ഇങ്ങനെ പെരുകി വരും, ഒരു ബ്ലോട്ടിങ് സംഭവം വരുന്നുണ്ട്. അതെല്ലാം ഈ ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആണ്. വേറെ നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല. അപ്പം ബാക്കി അപ്ഡേറ്റ് നമുക്ക് നാളെ തരാം. 3 ദിവസമായിട്ടുണ്ട്. 3 ദിവസത്തെ ഒരു കണ്ടീഷനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എല്ലാം ഉണങ്ങി വരുന്നുണ്ട്, ഡോണർ ഏരിയയും ഹീലായി വരുന്നുണ്ട്, അതിനകത്ത് മുടിയൊക്കെ കളിച്ച് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ എടുത്തെടുത്തല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൻ്റെ ഇടയ്ക്കൊക്കെ മുടിയൊക്കെ കളിച്ച് വരുന്നുണ്ട്. സോ ഇതാണ് 3rd ഡേ ഉള്ള അവസ്ഥ. ഇന്നലെ ചെറിയൊരു സ്റ്റൊമക് പെയിനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, വേറെ പെയിനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രം ചെറിയൊരു വേദന, ക്ലീൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൾ ഗുഡ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞുള്ള 4th ഡേ ആണ്. നമ്മുടെ ട്രാൻസ്പ്ലാന്റഡ് ഏരിയയുടെ കണ്ടീഷൻ ഇപ്പോൾ ഇങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ രൂപം. സോ പ്രത്യേകിച്ച് വേദനകളോ കാര്യങ്ങളോ ഒന്നുമില്ല. 2 ദിവസം ചെറിയ തരത്തിലുള്ള ഒരു സ്റ്റൊമക്കിൻ്റെ പെയിനൊക്കെ മെനങ്ങാനും ഇന്നലെയൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് ഗ്രാജുവലി കുറയുന്നുണ്ട്. ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഈ ഗ്യാസ് ഫോർമേഷൻ്റെ പ്രശ്നമാണ്. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ദിവസമായി ഇപ്പോൾ കുളിച്ചിട്ട് 4ാമത്തെ ദിവസമാണ്. വീടിന് പുറത്തോട്ടിറങ്ങുന്നില്ല. ഈ റൂം, ഹാള്, ബാത്റൂം, ഇതാണ് ഇപ്പോഴത്തെ ജീവിതം. സോ അത്തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളാണ്. ഇതൊരു ആഫ്റ്റർ കെയർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ വരാം. റിസൾട്ട് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, ഇൻഫെക്ഷൻ വരാതെ മാക്സിമം നോക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തോട്ടൊന്നും ഇറങ്ങാതെ, പൊടിയൊന്നും കൊള്ളാതെ, വെയിലൊന്നും കൊള്ളാതെ വീടിനകത്ത് തന്നെ നിൽക്കുന്നത്. നിലവിലത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് കുളിക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. മേലൊക്കെ കഴുകാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതും കഴുകിയില്ല. നമ്മൾ മേലൊക്കെ കഴുകുന്ന സമയത്ത് വെള്ളം കോരി ദേഹത്തോട്ട് ഒഴിക്കുമ്പം അത് തെറിച്ച് താഴെ വീണിട്ട് അതിന് ആ വെള്ളം അവിടുന്ന് തെറിച്ച് വന്ന് തലയിലെങ്ങാണം വീണാലോ എന്നുള്ള ഒരു കൺസേൺ. എന്തിനാ വെറുതെ, കുളിച്ചില്ലെന്നല്ലേ ഉള്ളൂ. 10 ദിവസം കുളിക്കാതിരിക്കാൻ എന്നെ കൊണ്ടാക്കാൻ പറ്റും. പിന്നെ മറ്റേ വെള്ളം മുക്കി ദേഹമൊക്കെ ഒന്ന് തുടയ്ക്കാം, അതാണ് നല്ലത്, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ, വലിയ അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ടൈം ഈ റൂമിനകത്ത് AC ഇട്ട് ഇരിപ്പാണ്. ഇതെൻ്റെ സ്റ്റുഡിയോ ആയതുകൊണ്ട് ഞാൻ ഒന്ന് AC വെച്ചിട്ടുണ്ട്, അതൊരു ഗുണം ചെയ്തു. പിന്നെ ദാണ്ട് ഒരു എയർ പ്യൂരിഫയറും ഇവിടെ മേടിച്ചിട്ടുണ്ട്. അന്നേരം അകത്ത് എയറും അത്യാവശ്യം നല്ല പ്യൂരിഫൈ ആയിട്ട് കിട്ടും. അത് 2 കാര്യങ്ങൾ ഞാൻ മുൻകൂട്ടി ചെയ്തതുകൊണ്ട്, ഞാൻ ഇതിനു വേണ്ടി ചെയ്തതല്ല, ഞാൻ ഇതിനകത്തിരുന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ പേര് ചെയ്ത 2 കാര്യങ്ങളാണ്. അതെനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കുറച്ച് പൊടിയുടെ ശല്യം കുറവായിരിക്കും, പിന്നെ തല വിയർക്കാതെ നോക്കാൻ പറ്റും. ഇതുവരെ തല വിയർത്തിട്ടില്ല. അപ്പം ഇതാണ് 4th ഡേ അപ്ഡേറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ പറയാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ മുടി വെച്ച് പിടിപ്പിച്ച ട്രാൻസ്പ്ലാന്റഡ് റീജിയൻ. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ഡോണർ ഏരിയ. കുറേയൊക്കെ മുടി കിളിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക്. അത് കിളിച്ച് ഇനി അത് ഫില്ലാവും. നമ്മളിന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 6ാമത്തെ ദിവസമായിട്ടുണ്ട്. 6ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് ഇതാണ് നമ്മുടെ ട്രാൻസ്പ്ലാന്റഡ് ഏരിയയുടെ കണ്ടീഷൻ. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, വേദനകളില്ല, തലയിൽ വേദനയില്ല. ഡോണർ ഏരിയയും കൂടെ ഞാൻ കാണിച്ചു തരാം. കാണുന്നുണ്ടോയെന്നറിയില്ല, ഇതാണ് ഡോണർ ഏരിയ. ചെറിയ ചെറിയ മുടിയൊക്കെ കിടിച്ച് വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും കിടന്നുറങ്ങുന്നത് മറ്റേ നെക്ക് പില്ലോ വെച്ചിട്ടാണ്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. കൈ കെട്ടിയിട്ടാണ് തന്നെയാണ് കിടന്നുറങ്ങുന്നത്. ഇതിവിടെ തൊടാൻ പാടില്ല. ഇപ്പം ഇവിടെ ഈ ബാക്ക് സൈഡിലുണ്ടല്ലോ ഈ ഡോണർ ഏരിയ, നമ്മളിപ്പം തല പില്ലോയിൽ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ഇപ്പം ഈ ഭാഗം റെസ്റ്റ് ചെയ്യുന്ന രീതി കിടന്നുറങ്ങുവാണെങ്കിൽ ഇവിടെ ഒരു പ്ലേറ്റ് കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങുന്ന പോലെയാണ്. ലൈക്ക് എന്തോ ഒരു സാധനം ഇവിടെ ഇരിക്കുന്ന പോലെ ഫീൽ ചെയ്യത്തില്ല. കാര്യം അവിടെ അനസ്തേഷ്യ കൊടുത്തിട്ടില്ല. അനസ്തേഷ്യ അത്രയും ഭാഗത്ത് കൊടുത്തിട്ട് മരവിച്ച് ഇരിക്കുകയാണ്. ആ മരവിപ്പ് മാറാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. സോ ഇപ്പം നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നേരത്തെ കുറച്ച് ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. ഫുഡ് കൺട്രോൾ ചെയ്താൽ മതി. ഞാൻ കംപ്ലീറ്റ് എരിവും ഒഴിവാക്കി, ഓയിലി ഫുഡ് ഒഴിവാക്കി, ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡ് കംപ്ലീറ്റ് ഒഴിവാക്കി. രാവിലെ എന്തെങ്കിലും അരിയുടെ ആഹാരം വളരെ ലൈറ്റായിട്ട്, പിന്നെ ഒരു ഏത്തക്ക, പിന്നെ ഒരു മുട്ട, പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് ഡാലും കുറച്ച് ചോറും പിന്നെ തൈരും എന്തെങ്കിലും
എന്തെങ്കിലും. ഇതിനകത്തൊന്നിനകത്തും എരിവിടുന്നില്ല കേട്ടോ. രാത്രി ആകുമ്പോഴത്തേക്ക് കഞ്ഞിയും പയറും, പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കരിക്കിൻ വെള്ളം, പിന്നെ ആപ്പിള്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. 29-ാം തീയതിയാണ് നമ്മുടെ ആദ്യത്തെ ഹെഡ് വാഷ് ചെയ്യേണ്ട ദിവസം. നമ്മളന്നേരം എറണാകുളത്ത് പോയിട്ടത് വാഷ് ചെയ്ത് കളയും. അതിനുശേഷം നമുക്ക് പുറത്തോട്ടൊക്കെ പോവുകയൊക്കെ ചെയ്യാം. ഇപ്പം വീടിനകത്ത് തന്നെ ഇരിക്കണം, അതാണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, ഇറ്റ്സ് ഗുഡ്. വിചാരിച്ച അത്ര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പം നിലവിലുള്ള ചെറിയ ഒരു വേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ഡോണർ ഏരിയ ചൂടുവെള്ളം വെച്ചിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. മേളിയും താപ്പോട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതൊന്ന് പ്രസ് ആവുമല്ലോ, പ്രസ് ചെയ്തിട്ടാണല്ലോ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു വേദന എടുക്കാറുണ്ട് ആ ഒരു മുടി എടുത്ത ഭാഗത്ത്. പ്രസ് ചെയ്യുമ്പോഴാണ് വേദന വരുന്നത്. സഹിക്കാൻ പറ്റുന്നതാണ്, അല്ലാതെ വലിയൊരു പ്രശ്നമുള്ള കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അവിടെ നമ്മളൊരു ക്രീം പരട്ടണം. ഇതാണ് ആ ഒരു ക്രീം, ഫ്യൂസിഡിക് ആസിഡ് ക്രീം IP, ഇതാണ് സാധനം. ഇതവിടെ പരട്ടി കൊടുക്കണം. ഇതൊരു 10 ദിവസം എനിക്ക് ഒന്ന് ചെയ്യണമെന്ന് തോന്നുന്നു. ഇപ്പം രാവിലെ വൈകിട്ട് നമ്മളിത് ക്ലീൻ ചെയ്ത് ഇത് പരട്ടണം, അല്ലാതെ വേറെ കുഴപ്പമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. 7th ഡേ ഓഫ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ. ഇതാണ് നമ്മുടെ വെച്ച മുടിയുടെ കണ്ടീഷൻ. ഡോണർ ഏരിയ ഇതാണ്. മുടിയെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് കുറച്ച് ദിവസമായിട്ട് കിടന്നുറങ്ങുന്നത്. ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, വലിയ പാടാട്ടോ. കഴുത്തങ്ങ് ഭയങ്കരമായിട്ട്, കഴുത്തിനാണ് നമ്മുടെ ഈ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുന്നത്, കുറച്ച് സ്ട്രെയിനാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള 8th ഡേ ആണ്. ഇതാണ് 8th ഡേ ഉള്ള നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ. ഡോണർ ഏരിയ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഡോണർ ഏരിയ. ഇവിടെ നിന്നാണ് മുടി എടുത്തേക്കുന്നത്. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആകെ കൂടിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉണ്ടല്ലോ കല്ല് പോലെ ഇരിക്കുകയാണ്. കല്ല് പോലെ മീൻസ് ഒരുമാതിരി മരവിച്ചിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വെച്ച് കിടക്കാൻ പറ്റണില്ല. ഇവിടെ തൊടുമ്പം ചെറിയൊരു വേദനയുണ്ട്, എന്നാലും ഇവിടെ എന്തോ ഒരു സാധനം വെച്ച് കെട്ടി അതിൻ്റെ പുറത്ത് നമ്മൾ കൈ വെക്കുന്ന പോലെയാണ് എനിക്കിതാണ്ട് ഇങ്ങനെ തോന്നുന്നത്. ഇപ്പം തോന്നുന്നത് കിടക്കാൻ പറ്റുന്നില്ല, അതാണ് ഇഷ്യൂ. ഐ മീൻ മറ്റേ നെക്ക് പില്ലോ വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. അത് വെച്ച് ഉറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. സോ എന്താണെങ്കിലും നോക്കാം. നാളെ നമ്മൾ ഇത് കൊണ്ട് വാഷ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വാഷ് നാളെയാണ്. അപ്പം നാളെ നമ്മൾ ക്ലിനിക്കിൽ പോയി വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി എങ്ങനെ വേണമെങ്കിലും തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാം. ഇവിടെ ടച്ച് ചെയ്താലും കുഴപ്പമില്ല. ഇത് ഓൾമോസ്റ്റ് ഹീലായെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാഷ് ചെയ്യുന്ന സമയത്ത് ഈ സാധനങ്ങളെല്ലാം, ഈ കറുത്തിരിക്കുന്നതെല്ലാം, ആ സ്കാബ്സ് എല്ലാം പോയിട്ട് നമുക്ക് നോർമലി നടക്കുന്ന പോലൊക്കെ നടക്കാം. പിന്നെ വെയിലൊന്നും കൊള്ളാൻ പറ്റില്ല. പിന്നെ മെഡിസിൻസ് ഉണ്ടാവും, ഡയറ്റ്സ് ഉണ്ടാവും. എന്നാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. എനിക്ക് ഈ തലവേദന വരുന്ന ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും. ഇത്രയും നാൾ, ഈ ഒരു 8 ദിവസം എനിക്ക് തോന്നുന്നു അനസ്തേഷ്യയുടെ ഒരു എഫക്റ്റിലായിരുന്നു എൻ്റെ തല. അതുകൊണ്ട് എനിക്ക് ഇതുവരെ തലവേദനയോ അല്ലെങ്കിൽ മൂക്കടപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പം അനസ്തേഷ്യയുടെ കെട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇപ്പം ചെറിയൊരു തലവേദനയൊക്കെ വരുന്നുണ്ട്. ഇന്ന് കുറേ ഇരുന്ന് എഡിറ്റൊക്കെ ചെയ്തു, അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം മേ ബി വന്നു. ഇത് വെച്ചത് സംബന്ധമായിട്ട് എനിക്ക് ഇവിടെ വേദനയില്ല, വേറെ എങ്ങും വേദനയില്ല. ബട്ട് ഈ ഡോണർ ഏരിയ അനസ്തേഷ്യ എടുത്ത സ്ഥലത്ത് കിടക്കുമ്പോൾ ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. സോ അതാണ് 8th ഡേയുടെ അപ്ഡേറ്റ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇന്ന് തല കഴുകാൻ വേണ്ടി പോവുകയാണ്. അത് ക്ലിനിക്ക് വന്നിട്ടാണ് ഫസ്റ്റ് ഹെഡ് വാഷ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എറണാകുളത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 minutes വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. 10 മിനിറ്റ് കേട്ടോ. ഓക്കെ. നമ്മുടെ തലയിൽ ഇപ്പം അലവേര ജെല്ല് അപ്ലൈ ചെയ്ത് വെച്ചേക്കാണ്, ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. സലൈൻ സ്പ്രേ ചെയ്യണ്ട, പില്ലോ വെക്കണ്ട, എങ്ങനെ വേണല്ലേ കിടക്കാം കേട്ടോ. ഓക്കെ. ഡയറക്റ്റ് സൺലൈറ്റ് ഒന്നും കൊള്ളാൻ പാടില്ല ഒരു 1 month. എന്നാൽ സോപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇവിടെ നിന്ന് ഒരു ബേബി ഷാമ്പു തരും. വേദനയുണ്ട് കേട്ടോ, പെയിൻ ഉണ്ടാവും കേട്ടോ. ബേബി ഷാമ്പു വെച്ച് വേണം 1 month ക്ലീൻ ചെയ്യാൻ കേട്ടോ. ചേച്ചി പയ്യ ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കോഴ്സ് കൊടുക്കാതെ ചെയ്താൽ ഡാൻഡ്രഫ് വരും. വേദനയുണ്ടോ? അവിടെ ഇല്ല, ചില റീജിയൻസിൽ നല്ല വേദനയുണ്ട്. 10 days അവിടെ വേദനയുണ്ട്. ഇപ്പോൾ ഡോണർ ഏരിയ ഓയിൻമെന്റ് ഒന്നും അപ്ലൈ ചെയ്യണ്ട. ഇപ്പോൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വാഷ് ചെയ്യാം. നോർമലി കുളിക്കുന്ന പോലെ കുളിക്കാം. ഡോണർ ഏരിയ നന്നായിട്ട് ക്ലീൻ ചെയ്തോ കേട്ടോ. ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണ് തൊടുന്നത്.
മൊത്തത്തിലൊരു മരവിപ്പ്. ഹലോ ഗൈസ്, ഏതാണ്ട് ഒരു 9 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഏതാണ്ട് മണ്ണി ചവിട്ടുന്നത്. എറണാകുളത്തേക്കാണ്. നമ്മുടെ ഹെയർ വാഷ് കഴിഞ്ഞു കേട്ടോ. അതാണ്ട് ഇതാണ് ഇപ്പോഴത്തെ കറണ്ട്. നമ്മുടെ വെച്ച് പിടിപ്പിച്ച മുടികൾ ഇങ്ങനെയാണ്. ഇതൊക്കെ ഇനി കൊഴിഞ്ഞു പോകും. ഇത് കൊഴിഞ്ഞു പോയിട്ട് ഒരു 1 ഇയർ എടുത്ത് ഇത് നല്ല രീതിയിൽ ബാക്കി കിളിച്ച് പിന്നെയും വരും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും കിളിച്ച് വരുമ്പോൾ ട്രിം ചെയ്യുന്ന ലുക്ക്. ഏതാണ്ട് ഇതുപോലെയൊക്കെ ഇരിക്കും ട്രിം ചെയ്യുന്ന സമയത്ത്. കർശന നിയന്ത്രണങ്ങളാണ് ഇനി അങ്ങോട്ട്. ഇനി കുറച്ച് നാളത്തേക്ക് വെയിൽ കൊള്ളാൻ പാടില്ല, തല വിയർക്കാൻ പാടില്ല. 1 മന്ത് ഭയങ്കര ക്രിട്ടിക്കലാണ്. നല്ല രീതിയിൽ ഒരു ഹെൽത്തി ഹെയർ വരണമെങ്കിൽ 1 മാസത്തേക്കുള്ള മെഡിസിൻ ആണ്ട് ഇത്രയും മെഡിസിൻ ഉണ്ട്. ഒരു 5 മെഡിസിൻ ഉണ്ട്. അത് വൈറ്റമിൻ ടാബ്ലറ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബേബി ഷാമ്പുവും പിന്നെ തല്ലി തേക്കുന്ന ഒരു ലോഷനും ഒക്കെയാണ്. അവിടെ ക്ലിനിക്കിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി പോവാണ്. ഇനി വീട്ടിൽ പോയി പിന്നെയും പഴയ പോലെ അവിടെ ഇരിക്കട്ടെ. പുറത്തോട്ടിറക്കാനൊന്നും പറ്റത്തില്ല. രാത്രി കാലങ്ങളിൽ മാത്രമേ പുറത്തോട്ടിറങ്ങാൻ പറ്റും. പിന്നെ സൂര്യനില്ലല്ലോ. അല്ലെങ്കിൽ ഞാൻ പണ്ട് രാത്രിയിൽ പുറത്തോട്ടിറങ്ങുന്ന ടൈപ്പാണ്. പിന്നെ കുഴപ്പമില്ല. ഹെൽമെറ്റ് ഒന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഹെൽമെറ്റ് ഒക്കെ വെക്കുവാണെങ്കിൽ തന്നെ വളരെ ലൈറ്റായിട്ട് ടൈറ്റ് ആക്കാതെ അങ്ങനെയൊക്കെ വെക്കാനേ പറ്റൂ. സോ ഒരു 1 മന്ത് നല്ല കെയർ കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇവിടെ തൊഴിയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇവിടെ തൊടുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല. തൊടുമ്പോൾ ഒരുമാതിരി നംനെസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലടേ. എന്തോ വേറെ എവിടെയോ തൊടുന്ന പോലൊരു വേറെ എന്ന് വെച്ചാൽ എൻ്റെ ശരീരത്തിലല്ലാതെ വേറെ എവിടെയോ പല പുറത്ത് തൊടുന്ന പോലൊരു ഫീല്. നമുക്കിനി ബേബി ഷാമ്പു ഉപയോഗിച്ച് വേണം ഇനി ഇതൊക്കെ വാഷ് ചെയ്യാൻ. ഇനി തൊടാം, നമുക്ക് വാഷ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും കിടന്നുറങ്ങാം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ കിടന്നുറങ്ങുന്നതിനകത്തോ തൊടുന്നതിനകത്തോ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ബാക്കി ഞാൻ വഴിയേ പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ ആളുകൾ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് എത്രയായി എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചത്. എനിക്ക് ഒരു 1.5 ലാക്കാണ് ഇതിൻ്റെ ഒരു കോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ടും നാളെ എൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ലിനിക്കിനൊരു അവർക്ക് അത് വെച്ചൊരു ഗുണം കിട്ടും എന്നുള്ളത് കൊണ്ടും എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ഡിസ്കൗണ്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ സർജറി ചെയ്ത ഡോക്ടർ ജാദവ്, പുള്ളിക്ക് അത്യാവശ്യം നല്ല റേറ്റ് കൂടിയുള്ളൊരു മനുഷ്യനാണ്. ഇപ്പം നിങ്ങളൊക്കെ ഞാൻ ചെയ്ത അതേ മെത്തേഡ് പോയി ചെയ്യുവാണെങ്കിൽ ഇത്രയും ഗ്രാഫ്റ്റൊക്കെ ഉള്ളെങ്കിൽ ഒരു 1.5-നകത്തൊക്കെ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു 3 PRP പ്ലസ് മെഡിസിൻസും അവർ തരുന്നുണ്ട്. ഇന്ന് ഞാൻ ഹെയർ വാഷിന് പോയ സമയത്ത് എനിക്ക് കുറേയും കൂടെ മെഡിസിൻസ് തന്നു. അതിന് പ്രത്യേകിച്ച് പൈസ കൊടുക്കണം. 12,400 രൂപ അതിൻ്റെ മെഡിസിൻസ് ആയിട്ടുണ്ട്. ഒരു 1 മന്തിലേക്കുള്ള മെഡിസിൻസ് ആണ്. ഞാനൊന്ന് കാണിക്കാം എന്തൊക്കെയാണെന്ന്. ആദ്യം ഒരു ക്യാപ്സ്യൂളാണ് ഇത്. omega-3 ഫാറ്റി ആസിഡ്, നാച്ചുറൽ എക്സ്ട്രാക്ട്, കൊളാജൻ, പെപ്റ്റൈഡ്, ടൈപ്പ് 2 MSM അങ്ങനെ കുറേ മൾട്ടി വൈറ്റമിൻസ് ഉള്ള ക്യാപ്സ്യൂൾസ് ആണ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഹെയറിൻ്റെ ഷാഫ്റ്റ് ഒന്ന് സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ പുഷ്ടിച്ച് വളരാം. ആ ഒരു സർവൈവൽ റേറ്റ് ഇവിടെ നിർത്തി കൊണ്ട് വെച്ചിരുന്നു. ഇവിടെ സർവൈവ് ചെയ്യണമല്ലോ, അത് സർവൈവൽ നല്ല രീതിയിൽ നടക്കാനും പിന്നെ അമിനോ ആസിഡ്സ്, വൈറ്റമിൻസ്, omega-3 ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ക്യാപ്സ്യൂൾ ഇപ്പോൾ തന്നിരിക്കുന്നത്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എല്ലാവരും ഇത് എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഇവരൊരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പ്രോക്യാപ്പിൽ കോപ്പർ പെപ്റ്റൈഡ് എന്ന് പറയുന്ന സൊല്യൂഷനാണ്. ഇതാണ് കുപ്പി. ഇത് ഞാൻ പൊട്ടിച്ചിരുന്നു. ഇത് നമ്മൾ തലയിൽ തേക്കണം. 1 ml നമ്മൾ ഈ ഒരു ഭാഗത്ത് തേച്ച് പിടിപ്പിക്കണം. യൂസ് നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും ചെറുതായിട്ട് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂട്ടാനും അതുപോലെ ബേസിക്കലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തലയിൽ തേക്കുന്ന ഒരു സൊല്യൂഷൻ. അത് കഴിഞ്ഞിട്ടൊരു വൈറ്റമിൻ D3ൻ്റെ ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതവിടെ ഉണ്ടായിരുന്നില്ല, ഞാനത് പുറത്തുനിന്നാണ് വാങ്ങിയത്. ദണ്ട് ഇതാണ് ടാബ്ലറ്റ്. ഇത് വൈറ്റമിൻ D3 ക്യാപ്സ്യൂൾ 60,000 UI. ഇതാണ് സാധനം. ഇത് നമ്മൾ വീക്കിലി വൺസ് കഴിച്ചാൽ മതി. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് തന്നിരിക്കുന്നത്. പിന്നെ വേറെ മെയിൻ ഐറ്റം ഒരു ബേബി ഷാമ്പു. പണ്ടങ്ങാണ്ട് ഞാൻ പണ്ടും ഉപയോഗിച്ച് കാണത്തില്ലേ ബേബി ഷാമ്പു. ഇപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ബേബി ഷാമ്പു യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിന്നോയിൽ ബേബി ഷാമ്പു ഗൈസ്. ഇത് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഒരു ഭാഗം കുറേ നാളത്തേക്ക് കഴുകാൻ. പിന്നെ ഒരു പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ട്. ഇതും രാവിലെ നമ്മൾ കൺസ്യൂം ചെയ്യണം. ഇതെല്ലാം മോസ്റ്റ്ലി എല്ലാം രാവിലെ കഴിക്കാനുള്ളതാണ്. ഈ ക്യാപ്സ്യൂൾ രാവിലെ കഴിക്കാനുള്ളതാണ്. ഇത് ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ വാഷ് ചെയ്യാനുള്ളതാണ്. ഇതും രാവിലെ കഴിക്കാനുള്ളതാണ്. പ്രോട്ടീൻ വേണമല്ലോ, അതിന് വേണ്ടിയാണ് പ്രോട്ടീൻ പൗഡർ തന്നിരിക്കുന്നത്. 1 മന്ത് സംഭവങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒരു 2,400 സംതിങ് രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹെയർ വാഷിന് ശേഷം അവർ നമുക്ക് തരുന്ന മെഡിസിൻ. ഇത് 1 മന്ത് നമ്മളിത് ചെയ്യണം. അതിനുശേഷം അവർ വേറെ മരുന്ന് തരും. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. ഇപ്പോൾ നിലവിൽ എനിക്ക് ഹെൽമെറ്റ് തലയിൽ വെക്കാൻ പറ്റില്ല, തല അധികം വിയർക്കാൻ പാടില്ല, ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ പാടില്ല. സോ അങ്ങനെയൊക്കെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരുപാട് ഓടാനും ചാടാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുഴയുന്ന പരിപാടികൾ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പം എൻ്റെ ഈ ഒരു വെച്ചേക്കുന്ന മുടി ഞാൻ ഒന്ന് കാണിക്കാം. എനിക്ക് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പുള്ളി എൻ്റെ തലയിൽ പണിത ആ ഒരു ആർട്ട് എനിക്ക് മനസ്സിലായത്. ഓരോരോ മുടി വെക്കുന്ന ആ ഒരു സംഭവം അത് വേറെ ലെവൽ തന്നെ. കാര്യം എന്ന് പറഞ്ഞാൽ അത് വെച്ചേക്കുന്ന ആ ഒരു രീതി കാണാവുന്നതല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ തുള
കളയോ അതിനകത്ത് ഇട്ടേക്കുന്നത്. അതിനാണ് മാർക്ക്, സത്യം അതിനാണ് മാർക്ക്. അവിടാണ് ഡോക്ടറിന്റെ കഴിവ് വരുന്നത്. ഞാൻ ഒന്ന് ക്ലോസർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അന്നേരം നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് അത് വെച്ചേക്കുന്ന മുടി അങ്ങ് കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഒരു യാക്ക് ഫീലിംഗ് വരും. അവർ അങ്ങനെയുള്ളവരൊന്ന് മാറിക്കോ. ജസ്റ്റ് ഞാനൊന്ന് സൂം ചെയ്ത് അടുത്ത് വന്ന് കാണിക്കാൻ പോവാണ്. ഓക്കെ, വെച്ചേക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ മുടിയുടെ കണ്ടീഷൻ. കണ്ടോ, കാണുന്നുണ്ടോ? ഇതൊക്കെ ഇനി കൊഴിഞ്ഞു പോകും. ഇതെല്ലാം കൊഴിഞ്ഞു പോകും. ഇതെല്ലാം ഒരു 2-3 വീക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോയിട്ട് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊഴിഞ്ഞു പോയ മുടിയൊക്കെ പതുക്കെ തിരിച്ചു വരും. പകുതി മഴ വരും. പിന്നെ ഒരു 9, 10, 12 മാസമൊക്കെ ആകുമ്പോൾ ഒരു കറക്റ്റ് 1 ഇയർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഫൈനൽ റിസൾട്ട് ഇതിനകത്ത് കിട്ടും. ഇനി എങ്ങനെ ഉണ്ടെങ്കിലും കിടന്നാൽ ഇവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ചരിഞ്ഞും മരലൊക്കെ എങ്ങനെയെങ്കിലും കിടന്നുറങ്ങാടേ. കുറച്ച് നാളായി നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങിയിട്ട്. ഇന്ന് കൈ രണ്ടും ഫ്രീ ആയിട്ട് വെച്ച് കിടന്നുറങ്ങാം. ഇത്രയും ദിവസം കെട്ടി വെച്ചിട്ടായിരുന്നു കിടന്ന് ഉറങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ വന്ന് എന്നെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, അനന്തു പേടിച്ചു പോയി, ഇമാതിരി പരിപാടി കാണിക്കരുത്. ലിറ്ററലി ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ലേ. എൻ്റെ ഒരു അവസ്ഥ നിങ്ങളിലോട്ട് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഒരു വീഡിയോ വെച്ചതാണ്. കാര്യം അതായിരുന്നു എൻ്റെ അവസ്ഥ, ലിറ്ററലി അതായിരുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് വീഡിയോയുടെ റെസ്പോൺസ് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. ഒരുപാട് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ ഓരോ അപ്ഡേറ്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നതൊക്കെ അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഗൈസ്. ആൻഡ് വൺ മോർ തിങ്, നിങ്ങൾക്ക് ഹെയർ കൊഴിയുന്ന ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ ഹെയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ 2 നമ്പർ തരാം. നമ്മുടെ സത്യനാരായണൻ ചേട്ടൻ്റെ നമ്പറാണ്, ഹെയർ ട്രാൻസ്പ്ലാന്റ് സഫാരിയിൽ. പുള്ളിയുടെ നമ്പറിൽ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊരു ഗൈഡൻസ് നിങ്ങൾക്ക് തരും. എന്നെ കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതും പോരാഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പ്ലാൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൺസൾട്ട് ചെയ്യും, ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യും. ഇപ്പം ഞാൻ ചെയ്ത ഹോസ്പിറ്റലിൽ പോകണമെന്ന് തന്നെ ഞാനും പറയത്തൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ചോയ്സാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു സ്റ്റഡി നടത്തുക. എവിടെയാണ് നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ റിസൾട്ട് എവിടെയാണ് കിട്ടുന്നത്. ഇപ്പം എൻ്റെ കണ്ടില്ലേ, ഞാൻ ഹാപ്പിയാണ്, സീരിയസ്ലി ഞാൻ ഹാപ്പിയാണ്. ഞാൻ അതുപോലെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഒരു ഹോസ്പിറ്റൽ ചൂസ് ചെയ്തത്, എന്നിട്ട് തല കൊണ്ട് കൊടുത്തത്. അപ്പോൾ അതുപോലെ നിങ്ങളും ഒരു സ്റ്റഡി നടത്തി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ക്ലിനിക്ക് ചൂസ് ചെയ്യുക, അവിടെ പോയി നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഒന്നെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്പർ കൊടുക്കുക. നിങ്ങൾ അവിടെ പുള്ളിയെ വിളിച്ചാൽ മതി, പുള്ളി വിളിച്ചാൽ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വഴിയെ അറിയിക്കാം. അപ്പോൾ വേറെ വീഡിയോ തരാം. ബൈ ബൈ.